ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ രാത്രി സമയത്ത് എങ്ങോട്ടാണ് യാത്ര എന്ന്. വേറെ എങ്ങോട്ടും അല്ല കേട്ടോ, ഇപ്പോൾ കാണുക നിങ്ങൾക്ക് ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ. അങ്ങനെ നമ്മൾ പുറപ്പെട്ടിട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ലുലു മാളിലേക്കാണ് കേട്ടോ ഇന്ന് പോകുന്നത്. വലിയ കാര്യമായിട്ട് പർച്ചേസ് ഒന്നും ഉണ്ടായിട്ടില്ല. കയ്യിലൊരു ഫ്രീ കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്, മാർച്ച് 31. അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണ്ടേ. ഇന്നത്തെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെ അതൊന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പാർക്കിംഗ് സെക്ഷനിലൊക്കെ നല്ല തിരക്കായിരുന്നു. പെരുന്നാളൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ എല്ലാ തിരക്കുകളും ഉണ്ട്. ഉള്ളിൽ കയറിയപ്പോൾ അതിലേറെ തിരക്കുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി കാഴ്ചയായിരുന്നു. ഇതിനെന്തോ ഒരു പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെന്തോ വേറെ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് അത് പറഞ്ഞത്. തണ്ണീർപന്തൽ എന്ന് പേരിട്ടിട്ട് ജിഗർദണ്ഡ അതായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് പേര് കേട്ടപ്പോൾ ഇതെന്തോ വലിയ സംഭവമാണെന്ന് പോയിട്ട് അതൊക്കെ വിചാരിച്ചു. അവിടെ നോക്കുമ്പോൾ സംഭാരം, എന്താ പറയുക, മുഹബത്ത് കാ സർബത്ത്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജിഗർദണ്ഡ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അത് വാങ്ങി കുടിച്ചു. നോക്കുമ്പോൾ നമ്മുടെ അടപ്രഥമൻ പായസമല്ലേ, അത് തണുപ്പിച്ചിട്ട് കൊടുക്കുന്ന കേട്ടോ ഈ ജിഗർദണ്ഡ. അങ്ങനെ ഞങ്ങൾ അതൊരു ഗ്ലാസ് വാങ്ങി ഞങ്ങൾ രണ്ടാളും പാടെ കുടിച്ചു. ദെൻ ഓക്കെ, നമ്മൾ അടുത്തത് താഴത്ത് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോയത്. ഹൈപ്പർ മാർക്കറ്റിൽ വിളിച്ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. നമുക്ക് കാര്യമായിട്ട് പർച്ചേസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ദൂരം അങ്ങനെ നടന്നു പോയി. നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ പർച്ചേസ് ചെയ്തു. ലാസ്റ്റ് ബില്ലാക്കി പുറത്തിറങ്ങി നോക്കുമ്പോൾ പാർക്കിംഗ് സെക്ഷനിലൊക്കെ തിരക്ക് തന്നെയായിരുന്നു. ഇത് കണ്ട, നമ്മൾ തിരിച്ചു പോകുന്ന കാഴ്ചയാണ്. നമ്മൾ വണ്ടികളുടെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോയി. മുൻപിലൊക്കെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല റഷായിരുന്നു. കാറുകളുടെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരുവിധം രക്ഷപ്പെട്ട് മുൻപിലെത്തിയപ്പോൾ നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.